നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ ചിത്തിര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ തുലാക്കൂറുകാർക്ക് ഏപ്രിൽ മാസം 13-ാം തീയതി വരെ സൂര്യൻ 6-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു രോഗ ദുഃഖശമനം, അതായത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഏറ്റവും എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഫലം. അതുപോലെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് മുക്തി വന്നു ചേരുന്ന ഒരു കാലയളവ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനം വന്നു ചേരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 13-ാം തീയതി വരെ സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ. 7-ലേക്ക് വരുമ്പോൾ ഉദരവ്യാധി ഉണ്ടാവുക 14-ാം തീയതി മുതൽ. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉദരവ്യാധി ഉണ്ടാവുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി. അതായത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണ് ഉദരവ്യാധി. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള വഴിനടക്കലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും 7-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. 23-ാം തീയതി വരെ ചൊവ്വ 5-ൽ നിൽക്കുമ്പോൾ 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തിൻ്റെ കുറച്ച് വിപരീതമായിട്ടുള്ള ഫലമാണ് 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. അതേപോലെ തന്നെ ഓരോ കലഹം വന്നു ചേരുമോ, കലഹം ഉണ്ടാകുന്നതൊന്നും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കലഹം ഉണ്ടാവുമോ, വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയം മോശഫലമാണല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു മോശഫലത്തെയും 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 23-ാം തീയതി വരെ കേട്ടോ. 23-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് ചൊവ്വ വരുമ്പോൾ വളരെ നല്ല ഫലമാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 23-ാം തീയതിക്ക് ശേഷം വളരെ നല്ല രീതിയിൽ നല്ല അനുകൂലമായിട്ട് വരുവാനായിട്ടുള്ള കാരണത്തെ സൂചിപ്പിക്കാം. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യവഹാരങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ാം തീയതി വരെ ബുധൻ 7-ൽ നിൽക്കുമ്പോൾ കലഹം എന്ന മോശഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 7-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 10-ാം തീയതിക്ക് ശേഷം 8-ലേക്കല്ല വരുന്നത്. ബുധന് വക്രഗതിയാണ്, 6-ലേക്കാണ് വരുന്നത്. 6-ൽ നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവിക്കുക, കാര്യവിജയം ഉണ്ടാവുക, സ്ഥാന അഭ്യുന്നതി ഉണ്ടാവുക. അതായത് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകും, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക. 10-ാം തീയതിക്ക് ശേഷം ബുധൻ 6-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ലാണ് വ്യാഴം, വളരെ നല്ല ഫലത്തെ തന്നെയാണ് പറയുന്നത്. പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം, കുറച്ചു കാലമായിട്ട് വ്യാഴം 7-ൽ തന്നെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. ഒരു ഈശ്വരാധീനം ഉള്ള കാലയളവാണ് വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ പറയുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല ഫലം അനുഭവിക്കുക, ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 25-ാം തീയതി വരെ ശുക്രൻ 6-ൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ച് മോശഫലമാണ്. അപ്പോൾ ആ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കരയിൽ പോയി തൊഴാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ. വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെയാ പറ്റുക? അപ്പോൾ നമ്മൾ കുടുംബത്തിനൊന്ന് നാമം ജപിക്കാലോ. നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ, ഈ സ്തോത്രമൊക്കെ ജപിച്ചോളൂ. സർവജ്ഞ സർവവരദേ, സർവജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഭഗവതി, ഞേ അറിവ്, സർവവരദേ എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി, സർവദുഷ്ടഭയങ്കരി ദുഷ്ടന്മാർക്ക് ഭയങ്കരിയായിട്ടുള്ള ഭഗവതി, സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണ നമോസ്തുതേ. സർവസ്യ ആർത്തിഹരേ ദേവി, സർവസ്യ ആർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും അല്ലെങ്കിൽ ദുരാഗ്രഹങ്ങളും. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നുണ്ട്, അതേപോലെ തന്നെ ദുരാഗ്രഹം എന്നും കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ദുരാഗ്രഹങ്ങളെയും ഹരേ ദേവി ഇല്ലാതാക്കുന്ന ഭഗവതി,
അങ്ങനെയുള്ള ഭഗവതിയായിട്ടുള്ള നാരായണിയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു രോഗദുരിതവും വരില്ല, ഒരു ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളും വരാതെ ചോറ്റാനിക്കര ഭഗവതി തന്നെ നമ്മളെ കാത്തോളും. 25-ാം തീയതിക്ക് ശേഷം ശുക്രൻ 7-ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും കുറച്ച് മോശഫലമാണ്. അപ്പോൾ ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 5-ലാണ് ശനി. കുറച്ച് കാലമായിട്ട് തന്നെ 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.